നമസ്കാരം. ട്രാവൽ വിത്ത് അഞ്ജലി റോക്സ് ആണ്. തഞ്ചാവൂർ കുംഭകോണം യാത്രയിൽ കാണേണ്ട ക്ഷേത്രങ്ങളും അതിന്റെ വിശേഷങ്ങളൊക്കെ എന്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ചോള രാജവംശത്തിന്റെ പ്രധാന 4 ക്ഷേത്രങ്ങളിൽ 4ാമത്തെ ക്ഷേത്രത്തിലാണ് ഞാൻ എത്തിച്ചേർന്നത്. എന്റെ മുന്നത്തെ വീഡിയോയിൽ തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം, ധാരാസുരം ഐരാവതേശ്വര ക്ഷേത്രം, ചിദംബര സ്വാമി ക്ഷേത്രം വ്ളോഗ് ഉണ്ടായിരുന്നു. ഇത് ലാസ്റ്റത്തെയാണ്, 4ാമത്തെ ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന്റെ വിശേഷങ്ങളോട്ട് സ്വാഗതം. ക്ഷേത്ര ചരിത്രവും അറിയേണ്ടതൊക്കെയാണ് ഈ വ്ളോഗിൽ പറയുന്നത്. തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിനോട് സാമ്യമുള്ള ഇവിടെ നമുക്ക് പ്രധാന ശ്രീകോവിലിന് മുന്നിലായിട്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു സ്വർണ്ണ കൊടിമരം കാണാം. അവിടെയുണ്ട്, തഞ്ചാവൂർ ക്ഷേത്രത്തിലും ഉണ്ട്. ആ കൊടിമരത്തിന്റെ അവിടെ തന്നെ പ്രധാന ശ്രീകോവിലുള്ള ഒരു ഗോപുരം കാണാം. അതിനോട് അഭിമുഖമായിട്ട് നമുക്ക് നന്ദീശ്വര ശില്പം കാണാം. തഞ്ചാവൂർ ക്ഷേത്രത്തിലും ഇതേ നന്ദീശ്വര ശില്പം കാണാം, ശ്രീകോവിലിന്റെ ആ ഗോപുരത്തിന് അഭിമുഖമായിട്ട് ഈ കൊടിമരത്തിന്റെ അവിടെ. അപ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത്, തഞ്ചാവൂരിൽ ഒറ്റ കല്ലിലുള്ള മണ്ഡപത്തിലാണ് ഈ നന്ദീശ്വര ശില്പങ്ങി. ഇവിടെ നമുക്ക് നിലത്ത് അമർന്നിരിക്കുന്ന രീതിയിലാണ് കാണാം. അങ്ങനെ ഞാൻ പ്രദക്ഷിണ വഴിയിലോട്ട് പോവാണ്. അപ്പൊ കല്ലിൽ നിർമ്മിച്ച 4 ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും ഇതിൽ കല്ലിൽ നിർമ്മിച്ച പ്രധാന 3 ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രവും ധാരാസുര ക്ഷേത്രം, പിന്നെ ഈ കാണുന്ന ഗംഗൈകൊണ്ട ചോളപുര ക്ഷേത്രമാണ്. അങ്ങനെ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണ വഴിയിലോട്ട് പോകാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ 2 ക്ഷേത്രങ്ങളിലും ഈ ഗോപുരങ്ങളെ വിമാനങ്ങൾ എന്നാണ് പറയുന്നത്. ഈ കാണുന്ന ഇതിൻ്റെ താഴെയാണ് ആ പ്രധാന ശ്രീകോവിലുള്ളത്. ആ ശ്രീകോവിലുള്ള ഗോപുരത്തിന്റെ ആ ഭാഗത്തിനെയാണ് വിമാനം എന്ന് പറയുന്നത്. ഈ തഞ്ചാവൂർ ക്ഷേത്രത്തിൽ എന്ന് വെച്ചാൽ ഇത്രയും ഗോപുരത്തിന് 4 സൈഡുകളുണ്ട്. എന്നാൽ ഈ കാണുന്ന ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രത്തിന് 8 ഗോപുരങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ആ വിമാനത്തിന് തഞ്ചാവൂർ ക്ഷേത്രത്തിലാണെങ്കിൽ 13 നിലകളുണ്ട്. എന്നാൽ ഈ നമ്മളിപ്പിള്ള ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രത്തിന് 8 നിലകളുള്ളൂ. അതാണ് വ്യത്യാസമുള്ളത് ആ വിമാനത്തിന്റെ. പിന്നെ രാജരാജ വിമാനം എന്ന് പറയുന്നത് ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ ആ ഗോപുരങ്ങൾ വിളിക്കുന്ന ഒരു പ്രത്യേക പേരാട്ടോ. ഞാൻ ഇപ്പം അടുത്താണ് അറിഞ്ഞത്. പിന്നെ രാജരാജ ചോളനാണ് തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിച്ചതെങ്കിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചത് അദ്ദേഹത്തിന്റെ മകൻ രാജേന്ദ്ര ചോളൻ അഥവാ മധുരാന്തകനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. അതിനുശേഷം ചോള സാമ്രാജ്യം എന്ന് പറയുന്നതിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് തഞ്ചാവൂരിൽ നിന്ന് ഗംഗൈകൊണ്ട ചോളപുരത്തിലോട്ട് മാറ്റി. അപ്പൊ തഞ്ചാവൂരെ പോലെ ഇവിടെ ശിവൻ ബൃഹദീശ്വരൻ എന്നും പാർവതിയെ പെരിയ നായകിയും എന്നും വിളിക്കുന്നുണ്ട്. അപ്പൊ ചോള സാമ്രാജ്യത്തിന്റെ മുദ്രാ തെളിവുകളൊക്കെ കാണിക്കുന്ന ചെമ്പ് തകിടുകൾ ഈ അടുത്ത് ഗവേഷകർ കണ്ടെത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. 2004 യുനെസ്കോ പൈതൃക ക്ഷേത്രമായിട്ട് ഈ ക്ഷേത്രം അംഗീകരിക്കപ്പെടുന്നത്. പിന്നെ ക്ഷേത്രത്തെ പറ്റിയിട്ട് ഒരുപാട് ചരിത്രങ്ങളുണ്ട്, ഒരുപാട് പറയാനുണ്ട്, എന്നാലും ചുരുക്കി പറയാം. പിന്നെ ഗ്രേറ്റ് ലീവിങ് ചോള ടെമ്പിൾസ് എന്നാണ് ഈ 3 ക്ഷേത്രങ്ങൾ, ബൃഹദീശ്വര ക്ഷേത്രം, ധാരാസുര ക്ഷേത്രം, ഗംഗൈകൊണ്ട ചോളപുര ക്ഷേത്രം എന്ന് പറയുന്നത്. കാരണം പണ്ട് ഒരുപാട് ആക്രമണങ്ങളും ഒരുപാട് നാശനഷ്ടങ്ങൾ ഒരുപാട് ക്ഷേത്രങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ക്ഷേത്രങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത്. ശിവഭക്തരാന്നറിയാലോ ചോളന്മാര്, ഒരുപാട് സ്ഥലത്ത് ഓടി നടന്ന അമ്പലങ്ങൾ പണികഴിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ പ്രധാനമായി നിലനിൽക്കുന്നതും വലിയ ക്ഷേത്രങ്ങളും അവരുടെ ആ ഒരു ചരിത്രത്തോട് സാമ്യമുള്ള ഈ 3 ക്ഷേത്രങ്ങൾ, 4 ക്ഷേത്രങ്ങളുണ്ട്. ചിദംബര ക്ഷേത്രമുണ്ട്. അതിൽ പ്രധാന ഈ കല്ലിൽ തീർത്ത ചോള ക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുന്നത് ഈ 3 ക്ഷേത്രങ്ങളാണ്. അപ്പൊ ഈ അടുത്ത് പ്രധാനമന്ത്രിയൊക്കെ ഇവിടെ സന്ദർശിച്ചിരുന്നു. അത് ന്യൂസിലൊക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തോന്നിയത്, തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിലും ഐരാവതേശ്വര ക്ഷേത്രത്തിലൊന്നും പൂജയ്ക്ക് അത്ര പ്രശസ്തമല്ല. എന്നാൽ ഇവിടെ വിവാഹ ഭാഗ്യത്തിനും സന്താന സൗഭാഗ്യത്തിനും ഒരുപാട് പൂജകളും പ്രശസ്തിയാണ്. ഈ കാണുന്നതാണ് സിംഹക്കിണർ. ഇതിനൊരു ചരിത്രമുണ്ട്. ഈ സിംഹക്കിണറിലെ തീർത്ഥം തലയിലാക്കിയിട്ടാണ് ആക്കിയതിന് ശേഷം മാത്രമാണ് അന്ന് രാജാവ് ക്ഷേത്രത്തിലോട്ട് കടക്കാറുള്ളൂ. ആദ്യം ദുർഗാദേവിനെ ദർശിക്കും, എന്നിട്ടാണ് ശിവനെ തൊഴാനായിട്ട് പോകുന്നത്. ഈ സിംഹക്കിണറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പണ്ട് തഞ്ചാവൂരില് പിതാവ് നിർമ്മിച്ച പോലെ തന്നെ അദ്ദേഹത്തിന് പോരിൽ തോറ്റ മന്നന്മാരെ അദ്ദേഹത്തിന്റെ മകൻ രാജേന്ദ്ര ചോളൻ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ പോരിൽ തോറ്റ മന്നന്മാരെ കുംഭാഭിഷേകത്തിനായിട്ട് ഗംഗയിൽ നിന്ന് അവരുടെ തലയിൽ ജലം തല ചുമടായിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യിപ്പിച്ചു എന്നാണ് പറയുന്നത്. അവർക്കുള്ളൊരു പണിഷ്മെന്റ് ആകാം അത്. എന്നാലും ആ ഗംഗയിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് തല ചുമടായിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ അഭിഷേകം ചെയ്തു. അപ്പൊ അഭിഷേകം ചെയ്യുമ്പോൾ അങ്ങനെ ആ തീർത്ഥം പോവാനായിട്ടാണ് ആ കിണർ ഉണ്ടാക്കിയത്. നമ്മൾ നേരത്തെ കണ്ട സിംഹക്കിണർ ഉണ്ടാക്കിയത്. സിംഹക്കിണർ എന്ന് പറയാൻ കാരണം, ആ കിണർ ഉണ്ടാക്കുമ്പോൾ അതിന്റെ മുകളിൽ ഈ ചോള രാജാക്കന്മാരുടെ ഒരു സിമ്പലാണ്, അവരുടെ രാജ്യത്തിന്റെ ഒരു അധികാര ചിഹ്നമാണ് ഈ സിംഹം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന്റെ മുകളിൽ സിംഹം വെച്ചത്.
ഇനി ഇതിന്റെ മുകളിലേക്ക് കയറാൻ പറ്റുമെന്നൊക്കെ ഒരാളോട് ചോദിച്ചപ്പോൾ പറയുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ അതെങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല, കറക്റ്റ് മനസ്സിലായിട്ടില്ല. അങ്ങോട്ട് കയറാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. അതിന്റെ മുകളിൽ താമര ആകൃതിയിലുള്ള ഒരു സൂര്യ ശില്പമൊക്കെ കാണാൻ പറ്റും നമുക്ക്. പിന്നെ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ക്ഷേത്ര സമയം എന്ന് പറയുന്നത് രാവിലെ 6 മണി തൊട്ട് 12 മണി വരെയും വൈകിട്ട് 4 മണി തൊട്ട് 9 മണി വരെയാണ് ഉള്ളത്. പിന്നെ ഈ പ്രദക്ഷിണ വഴിയിലൊക്കെ ഒരുപാട് ഉപക്ഷേത്രങ്ങൾ കാണാൻ പറ്റും. ചെറിയ കൈലാസം, വലിയ കൈലാസം എന്നറിയപ്പെടുന്ന ക്ഷേത്രമുണ്ട് ഉള്ളില്. പിന്നെ ഈ പ്രദക്ഷിണ വഴിയിൽ വിനായകന്റെ ക്ഷേത്രമുണ്ട്, മുരുകന്റെ ക്ഷേത്രമുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പൊ 8 സൈഡ് ഉണ്ട് കേട്ടോ. തഞ്ചാവൂരിൽ 4 സൈഡേ ഉള്ളൂ, ഇവിടെ 8 സൈഡ് ഉണ്ട്. പക്ഷെ വിമാനത്തിന്റെ നില തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രമായിട്ട് വെച്ച് നോക്കുമ്പോൾ കുറവാണ്. ധാരാസുരം ക്ഷേത്രം അതിന് നിർമ്മിതിയിൽ ഗോപുരത്തിലൊക്കെ സാമ്യമുണ്ടെങ്കിലും ഇതിനേക്കാൾ ഇത്തിരി വ്യത്യസ്തതയുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ നിർമ്മിതിയിൽ സാമ്യമുള്ളത് ഈ 2 ക്ഷേത്രങ്ങളാണ്. തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രം നമ്മൾ ഈ കാണുന്ന ഗംഗൈകൊണ്ട ചോളപുരം. അന്നത്തെ ആക്രമണത്തിലൊക്കെ ബാക്കി വന്ന ശില്പങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് ഈ നഗരം തന്നെ സത്യത്തിൽ അന്നത്തെ യുദ്ധത്തിൽ ഈ നഗരം തന്നെ, പണ്ടത്തെ മുഗൾ സാമ്രാജ്യ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഈ നഗരം തന്നെ നശിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ അന്നും ഭാഗികമായി നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും ഈ ക്ഷേത്രം മാത്രമാണ് ഇപ്പോഴും നിലനിൽക്കുന്നതെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണം ചെയ്ത് നമ്മളിത് ഉള്ളിലോട്ട് പോവുകയാണ്. ഉള്ളിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് 144 തൂണുകൾ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇതാണ് നന്ദി ശില്പം, ഒറ്റ കല്ലിൽ നിൽക്കുന്ന നന്ദി ശില്പം. ബൃഹദേശ്വര ക്ഷേത്രത്തിലാണെങ്കിൽ ഉള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ നന്ദി ശില്പം ശ്രീകോവിലായിട്ടുള്ള വ്യത്യാസവും പിന്നെ ഇവിടെ നിലത്ത് അമർന്നിരിക്കുന്ന രീതിയിലാണ് നന്ദി ശില്പം നമുക്ക് കാണാൻ പറ്റുക. അതൊക്കെയാണ് തഞ്ചാവൂർ ക്ഷേത്രമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ വർഷത്തിൽ ചില ദിവസങ്ങളിൽ കാഞ്ചിമഠം ആൾക്കാർ വന്നിട്ട് അന്നാഭിഷേകം നടത്താറുണ്ട്. 100 കണക്കിന് ചാക്കും കായ് കനികളൊക്കെ വെച്ചിട്ട് ശിവലിംഗം മൊത്തം അരി കൊണ്ടൊക്കെ അഭിഷേകം ചെയ്തിട്ട് ഭക്തർക്ക് അത് വൈകിട്ട് 6 മണി തൊട്ട് 9 മണി വരെയാണ് കാണാൻ പറ്റുക. പക്ഷെ അതിന് ഭയങ്കര ശക്തി ഉള്ളതുകൊണ്ട് അത് പ്രസാദം തൈര് സാദത്തിൽ ചേർത്തിട്ടാണ് കൊടുക്കാന്ന് ഇവിടെയുള്ള ഒരു പൂജാരി, ഇവിടെയുള്ള ഒരു ഭക്തൻ പറയുന്ന കേട്ടു. ചെറിയൊരു പൂജാരി പറയുന്ന കേട്ടു. അങ്ങനെ ഉള്ളിൽ നമുക്ക് ഒരുപാട് ശില്പങ്ങൾ കാണാൻ പറ്റും, 144 തൂണുകൾ കാണാൻ പറ്റും. പിന്നെ ദുർഗാദേവി പൂജ കഴിഞ്ഞിട്ടാണ് അന്ന് മഹാദേവനെ അന്നത്തെ രാജാവ് കാണാൻ പോകാറുള്ളൂ. ദുർഗാദേവി പൂജ ഭയങ്കര പ്രത്യേകതയാണ്. ഞായറാഴ്ച ദിവസങ്ങളിലാണ് ദുർഗാദേവി പൂജ. അപ്പൊ പൂജയ്ക്കും ഏറ്റവും കൂടുതൽ പ്രശസ്തിയും കാര്യങ്ങളൊക്കെ ഉള്ളത് തഞ്ചാവൂർ ക്ഷേത്രത്തെക്കാളും ധാരാസുര ക്ഷേത്രത്തെക്കാളും ഈ ഗംഗൈകൊണ്ട ചോളപുരമാണ്. കാരണം അവിടെ നമുക്ക് പോകുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പൂജയ്ക്കായിട്ടിനേക്കാളും കൂടുതൽ ആ ഒരു ഒരു ഇത് കാണാനാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. ഇത് പൂജയ്ക്ക് പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ്. പിന്നെ ഇവിടേക്ക് എത്തിച്ചേരേണ്ടത് തിരുച്ചിറപ്പള്ളി ഇന്റർനാഷണൽ എയർപോർട്ട് 125 കിലോമീറ്റർ ആണുള്ളത്. റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റേഷനും ഒക്കെ അടുത്ത് അരിയന്നൂർ കുംഭകോണാണ്. റോഡ് വഴി വരാണെങ്കിൽ തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രത്തിൽ നിന്ന് 1 മണിക്കൂറാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ. ഇവിടെ അടുത്തുള്ള കൊച്ചു കൊച്ചു ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. 2 ദിവസം കൊണ്ട് ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആ ക്ഷേത്രത്തിന്റെ വീഡിയോ എൻ്റെ അടുത്ത വ്ളോഗിൽ വരുന്നതായിരിക്കും. ഈ കുംഭകോണത്തുള്ള. അപ്പൊ 2 ദിവസം കൊണ്ട് ഈ എല്ലാ 4 ക്ഷേത്രങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും ദർശിക്കാൻ. നല്ല മനോഹരമായ ക്ഷേത്രങ്ങളാണ്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ക്ഷേത്രങ്ങളാണ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു.